നമുക്കിന്ന് ചെറിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ സോഷ്യൽ മീഡിയയിൽ ചെറിയ തരം ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു ടീമിനെ കൊളാബ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആള് മറ്റാരുമല്ല, മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള RJ ബിൻസിയാണ്. RJ ബിൻസി എന്നതിലുപരി ചാച്ചാന്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ പിടികിട്ടും. അതന്നെ, നമ്മുടെ ബിഗ് ബോസിലെ ഓട്ടോ ചാച്ചനെ ബിൻസി തന്നെ. അപ്പൊ നമ്മൾ കാര്യങ്ങൾ വലിച്ചു നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഇൻസ്റ്റാഗ്രാമിൽ ആന്റി ടാർണിഷ് ജ്വല്ലറികളും അതുപോലെ ട്രഡീഷണൽ ജ്വല്ലറികളും ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു പേജ് ഉണ്ട്. ഇഷാബായ് PK എന്നതാണ് പേജിന്റെ പേര്. ആ പേജിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതാണ് പേജ്. എനിവേ, ഈ പറയുന്ന ഇഷാബായ് PK ഇവർക്കുണ്ടായ ഒരു മോശം അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അവർ പറ്റിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മുൻ ബിഗ് ബോസ് താരം ഞങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് അവർ ആ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. ആളുടെ പേര് അവർ എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവര് പറ്റിക്കപ്പെട്ടത് 2024 ജൂൺ 7 കേട്ടോ. ഇവരെ പറ്റിച്ച ആള് മറ്റാരുമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ RJ ബിൻസി തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരോട് ബിൻസി അങ്ങോട്ട് പോയി കൊളാബ് ചോദിച്ചു. ഈ കൊളാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഇങ്ങോട്ട് പൈസ വാങ്ങി അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഇല്ല. എന്തായാലും കൊളാബ് അഥവാ പ്രൊമോഷൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് കൈ കിട്ടിയതോടെ ഈ പറഞ്ഞ ബിൻസി എന്താക്കി, കൊളാബ് ചെയ്യാതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞങ്ങ് മുങ്ങി നടക്കാൻ തുടങ്ങി. ഇതിനെ കുറിച്ചൊക്കെയാണ് ഇഷാബായ് PK ചെയ്ത ആദ്യ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് അവരുടെ പേജിൽ ആ വീഡിയോ കാണാനില്ല. ഡിലീറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. ഞാൻ എത്ര നോക്കിയിട്ടും കണ്ടില്ല. ആ വീഡിയോ ഡിലീറ്റ് ആക്കാനുള്ള കാരണമായി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഒരു ബിഗ് ബോസ് താരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് അവർ ആ വീഡിയോയിൽ സംസാരിച്ചു വെക്കുന്നത്. ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. RJ ബിൻസി ആണെങ്കിൽ കൂടിയും പേര് പറയുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു ബിഗ് ബോസ് താരം ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ബിഗ് ബോസിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു സീനാവും. അത് കാരണം പല ബിഗ് ബോസ് പാർട്ടിസിപ്പൻസും ഇവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ആളുടെ പേര് സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യണമെന്ന് പല ബിഗ് ബോസ് പാർട്ടിസിപ്പൻസും ഇവരോട് ആവശ്യപ്പെട്ട് കാണും. അത് കാരണമായിട്ടായിരിക്കണം ഇവർ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. നമുക്കറിയാം, ഇപ്പം ബിഗ് ബോസ് പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക ആളുകളും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ജീവിച്ചു പോകുന്നത് കൊളാബ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പേരൊന്നും പറയാതെ ഒരു ബിഗ് ബോസ് താരം ഞങ്ങളെ പറ്റിച്ചെന്നുള്ള രീതിയിൽ വീഡിയോ പുറത്തു വിടുമ്പോൾ അത് ഉറപ്പായും ഒരുപാട് ബിഗ് ബോസ് പാർട്ടിസിപ്പൻസിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഇവർ പേര് മെൻഷൻ ചെയ്യാതെ ചെയ്ത ആദ്യ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. എനിവേ, ഇവർ ആദ്യം ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കേട്ടോ. അതിൽ ഇവർ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയി കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിൻസി ഇവർക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. ഈ ഒരു ലാസ്റ്റ് റീലിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ബാഡ് കൊളാബ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്തിരിക്കും. ആ ഒരു അനുഭവം ബാക്കി ബിസിനസ് പേജസുമായി ഷെയർ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ആളൊരു ബിഗ് ബോസ് താരമാണെന്നുള്ള ഒരു ക്ലൂ മാത്രമേ നമ്മൾ നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഒരാൾ മാത്രം ചെയ്ത തെറ്റിന് ബാക്കി ബിഗ് ബോസ് താരങ്ങളെയും ആളുകൾ സംശയിക്കില്ലേ എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. കുറച്ച് ബിഗ് ബോസ് താരങ്ങളും ആളെ റിവീൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് നേരിട്ട് മെസ്സേജ് അയച്ചിരുന്നു. സോ ഇറ്റ്സ് ടൈം ടു റിവീൽ ദ പേഴ്സൺ. തെറ്റ് ചെയ്യാത്തവരാരും ക്രൂശിക്കപ്പെടരുതല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ പാർട്സ് ആയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇവര് ഈ വീഡിയോയിൽ കാര്യമായിട്ട് ആളാരാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവർ ആ വീഡിയോയിൽ ചില സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് അല്ലെ. അത് RJ ബിൻസി ഇവർക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് ആണ്. നമ്മൾ നേരം ആ സ്ക്രീൻഷോട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഹേയ്, ആർ യു ലുക്കിംഗ് ഫോർ കൊളാബ്? ബിൻസി അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇവരുടെ മറുപടി എന്താണ്? യെസ്, വി ക്യാൻ സെൻഡ് യുവർ ഏർണിങ്സ് ഫോർ എ ബാർട്ടർ കൊളാബ്. അന്നേരം ബിൻസിയുടെ മറുപടി എന്താണ്? ഓക്കെ, ക്യാൻ ഐ ചൂസ് ഇറ്റ് ഫ്രം യുവർ പേജ്? അപ്പൊ ഇവര് യെസ് എന്ന് പറയുന്നുണ്ട്. ഇത്രേ കാണിക്കുന്നുള്ളൂ. ഇത് വായിച്ചതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ബിൻസി അങ്ങോട്ട് പോയി കൊളാബ് ചോദിച്ചതാണെന്നുള്ളത്. അതുപോലെ തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് പേജിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്നും ബിൻസി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അവർ യെസ് എന്ന് മറുപടി നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തനിക്ക് ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് തന്നെ ആകും ബിൻസി കൊളാബ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ടോ ഇഷ്ടപ്പെട്ട സാധനം കൈ കിട്ടിയപ്പോ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്നൊക്കെയുള്ള ഓരോ തൊടിന്യായങ്ങൾ പറഞ്ഞ് കൊളാബും ഇല്ല, ഒരു തേങ്ങും ഇല്ല. ബിൻസി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 1.5 വർഷം കഴിഞ്ഞു. ഇപ്പൊ പുള്ളിക്കാരത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. ആള് മുങ്ങി നടത്തും. എന്തായാലും നമ്മളിപ്പോ കണ്ട വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഇവർ RJ ബിൻസിയുടെ പേരൊന്നും റിവീൽ ചെയ്യുന്നില്ല, നിങ്ങളത് കണ്ടല്ലോ. പക്ഷേ സെക്കൻഡ് പാർട്ടിലാണ് ഇവർ ഡീറ്റെയിൽസ് അടക്കം റിവീൽ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാം. അതായത് ഇത് 2024 നടന്നൊരു സംഭവമാണല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പം പുറത്തു വിട്ടത് എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവും അല്ലെ. അതിനുള്ള കാരണം അവർ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. താങ്കൾക്കുണ്ടായ അനുഭവം ഇനി മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇവർ ഇതിൽ സംസാരിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവർ ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന RJ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിനു ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പപ്പോ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, എല്ലാത്തിനും സീൻ മാത്രം.
ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണം എന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട് അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു, സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെ പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആൾ ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. ഓക്കെ, കേട്ടല്ലോ. ഇത് ഡീറ്റെയിൽഡ് ആയി കാര്യങ്ങൾ പറയുന്നുണ്ട്, വ്യക്തതയ്ക്ക് വേണ്ടി എല്ലാ സ്ക്രീൻഷോട്ടും വെക്കുന്നുമുണ്ട്. അതുപോലെ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, ഫ്രണ്ട് വഴി മെസ്സേജ് അയച്ച് ബിൻസി കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തും അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കാണാം. ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ ലാസ്റ്റ് സെറ്റിൽമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കോംപ്രമൈസിനും സെറ്റിൽമെന്റ്സിനും ഒക്കെ ഒരുപാട് സമയം മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ട സമയത്ത് നാട്യക്കേസ് ആവുമെന്ന് വിചാരിച്ച് തടി ഉരാൻ ശ്രമിച്ചതാണ് ഈ പറഞ്ഞ ആർ ജെ ബിൻസി. അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇതോടെ ഈ വിഷയം കഴിഞ്ഞെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. തീർന്നിട്ടില്ല മക്കളെ ഈ ബെൻസി കൊച്ചിന്റെ ഒരു കാര്യം. സംഭവം വൈറലായതോടെ ഈ കാര്യം ഒരുപാട് ഓൺലൈൻ മീഡിയ ചാനലുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതിൽ മെയിനായിട്ട് മെയിൻ സ്ട്രീം മുന്നിൽ വന്നൊരു പോസ്റ്റ് ഉണ്ട്, ഞാൻ ഒന്ന് സൈഡിൽ കൊടുക്കാം. ആ പോസ്റ്റിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്? കൊളാബ് ചോദിച്ച് വാങ്ങി വഞ്ചിച്ചു, പറ്റിച്ചത് ചെറിയ ബിസിനസ്സുകാരെ, ഒത്തുതീർപ്പിന് ശ്രമിച്ചു നാണം കെട്ട ആർ ജെ ബിൻസി. ഇതാണ് ആ പോസ്റ്റ്. എന്തായാലും ഈ പോസ്റ്റിന് മറുപടിയായി ആർ ജെ ബിൻസി തന്നെ ഇതിന് താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ആ കമന്റ് കാണാനില്ല കേട്ടോ. ബിൻസി ചേച്ചി അത് മുക്കി എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ആ കമന്റ് കിട്ടി കേട്ടോ. മാരക അപരാധമാണ് ആ കമന്റിൽ എഴുതി വെച്ചേക്കുന്നത്. എന്തായാലും ആ കമന്റ് ഞാൻ വായിച്ചതാ. തട്ടിപ്പോ കൂടി പോയാൽ ഒരു 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്, കമ്മലും വളയും. അതെന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അത് കറക്റ്റ് ആയിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്നും പറഞ്ഞു. അവർക്കിപ്പോ കണ്ടന്റ് വേണം, റീച്ച് വേണം. ആകപ്പാട് ആ പേജിന് റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. സോ ഇത് തന്നെ തിരിച്ചും മറിച്ചും വിട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ. എന്താ ബിൻസി 300 രൂപയ്ക്കൊന്നും ഒരു വില ഇല്ലേ? കൂടി പോയാൽ 300 രൂപയുടെ സാധനം നോക്കെ. ഒന്നില്ലെങ്കിലും നീ കൊളാബ് അങ്ങോട്ട് പോയി ചോദിച്ചതല്ലേ. എന്നിട്ട് സാധനം കൈ കിട്ടിയപ്പോ കൊളാബും ചെയ്തില്ല. എന്നിട്ടാണ് ഇമാതിരി കൊണച്ച വർത്താനം പറയുന്നത്. റീച്ചിന് വേണ്ടിയാണ് അവരിത് ചെയ്തതെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ. എന്ത് തന്നെയാണെങ്കിലും അവര് കളവൊന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെ നീ ഇടയ്ക്കൊരു കാര്യം പറയുന്നുണ്ടല്ലോ, എനിക്ക് കൊളാബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അതിനെ കുറിച്ചൊന്നും എവിടെയും ഈശാബായ് പി കെക്കാർ ചെയ്ത വീഡിയോയിൽ അതിന് സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് നീ പേയ്മെന്റ് ചെയ്യാമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ അങ്ങനെ പേയ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 വരെ കൊളാബ് ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിന്റെ പിറകെ നടക്കൂലല്ലോ. നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവര് ചെയ്തതുപോലെ നീ പ്രൂഫ് വെച്ച് സംസാരിക്കും. അല്ലാണ്ട് ഇങ്ങനെ കമന്റ് ചെയ്യല്ല വേണ്ടത്. എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാല്ലേ. എന്തായാലും ബാക്കിയോട് അയച്ചു നോക്കാം. നിങ്ങൾ എല്ലാവരും അവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട് തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടിയില്ലേ ചേട്ടാ, കുറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വില കൂടിയ പ്രൊഡക്ട്സ് എടുക്കില്ലേ. ഇതിപ്പോ അയ്യേ മോശം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ആളുകളെ കുറച്ച് റീച്ചായി വരുമ്പോൾ ഇതുപോലുള്ളവർ വരുന്നത് സ്വാഭാവികം. അതുകൊണ്ട് ഇതിനെ ഞാൻ കാര്യമായി എടുക്കുന്നില്ല. കുറച്ച് കൊളാബ് സാരി വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. എനിക്കിത് വായിച്ചിട്ടുണ്ടല്ലോ, അടിച്ച് കയറുന്നുണ്ട്. സാരി കൊളാബ് ചെയ്യാൻ പോട്ടെ എന്നൊക്കെ പുച്ഛത്തോടെ പറയുന്ന കേട്ടില്ല നിങ്ങൾ. അതുപോലെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ ഞാൻ വേറെ വല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യൂല എന്നൊക്കെ. എന്തൊരു ധാഷ്ടാണെന്ന് നോക്കിക്കുക നിങ്ങൾ. അപ്പൊ ഇതിൽ നിന്നൊക്കെ വില കൂടിയ പ്രൊഡക്റ്റ് കൈ കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഇനി കൊളാബ് ചെയ്ത് മുഖമെന്നാണോ ബിൻസിനി ഉദ്ദേശിച്ചത്? ഇനി അതല്ലെങ്കിൽ പേജിലെ സാധനങ്ങൾക്ക് വില കുറവായതുകൊണ്ട് അവർ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്? എന്താ മോളിച്ച് ശരിക്കും ഉദ്ദേശിച്ചത്? കുറച്ചെങ്കിലും നാണമാണ് കേട്ടോ. അതുണ്ടെങ്കിൽ ഇമാതിരി വർത്താനം പറയൂല. നീ ബിഗ് ബോസിൽ പോയി ചാച്ചന്റെ ഓട്ടോ എന്നും പറഞ്ഞ് കരഞ്ഞീനല്ലോ. അന്നെന്താ പറഞ്ഞത്? ചാച്ചൻ ഓട്ടോ ഓടിച്ച് തന്ന പൈസയിൽ ജീവിക്കാൻ അഭിമാനമാണ്, ചക്കയാണ് തേങ്ങയാണ് എന്നൊക്കെ അല്ലേ. ഇങ്ങനെയുള്ള നീയാണോ മറ്റുള്ളവരുടെ ചെറിയ സംരംഭത്തിനെ കളിയാക്കുന്നത്? എല്ലാ തൊഴിലിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് മോളെ. എന്തായാലും കമന്റ് ഇട്ടതും നല്ല പൂരപ്പാട്ട് കിട്ടാൻ തുടങ്ങിയതോടെ ബിൻസി കമന്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിന് മറുപടി എന്നോണം ഇഷാബായ് പി കെക്കാർ ഈ പോസ്റ്റിന് താഴെയും ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് നോക്കാം. വില കൂടിയ പ്രൊഡക്ട്സ് അല്ല ഞങ്ങളുടെ പേജിലുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് ഈ കൊളാബറേഷൻ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും തുടങ്ങിയതാണ്. ഇപ്പോൾ അതിന് ഉത്തരവാദിത്തം എടുക്കുന്നതിന് പകരം ഞങ്ങളെ ചീപ്പ് ബിസിനസ് എന്നും ചെറിയ ബിസിനസ് എന്നും വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഒരു ചോറ് പറയാൻ പോലും തയ്യാറായിട്ടില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്, ഞങ്ങളൊരു സ്മോൾ ബിസിനസ് ആണ്. ആളുകൾക്ക് സാധ്യമാകുന്ന വിലയിൽ നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സാധനങ്ങളുടെ വില കുറവാണെന്ന് കാരണം കൊണ്ട് ആരും ഞങ്ങളെ പറ്റിക്കാൻ അവകാശമില്ല. ഇവനൊരു രൂപയായാലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങളൊരു സ്മോൾ ബിസിനസ് ആണ്. വളരെ പക്വമായിട്ടാണ് ഇവരിവിടെ മറുപടി പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ വിലയുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നു എന്ന് കരുതി ഒരു
ബിസിനസിനെയും വില കുറച്ച് കാണാൻ നമ്മൾ ആരുമല്ല. നമ്മളൊരു വ്യക്തിക്ക് കൊളാബ് ചെയ്യുമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോളണം. അല്ലാണ്ട് ഇങ്ങനെ മുങ്ങി നടന്ന് പ്രൊഡക്ഷനെ കുറ്റം പറയുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ പ്രൊഡക്ട്സ് വാങ്ങിച്ച സമയത്ത് ബിൻസി ചേച്ചിക്ക് അതിനെ കുറിച്ച് കുറ്റമൊന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ പ്രൊഡക്ട്സിന് ഇല്ലാത്ത കുറ്റമില്ല. പ്രൊഡക്ട്സ് കൊള്ളില്ലായിരുന്നെങ്കിൽ അത് കിട്ടിയ സമയത്ത് തന്നെ പറയണമായിരുന്നു. അല്ലാണ്ട് 1.5 വർഷം കഴിഞ്ഞിട്ടല്ല പ്രൊഡക്ട്സ് കൊള്ളില്ലെന്ന് പറയേണ്ടത്. ഇതിപ്പോ അവരുടെ പ്രൊഡക്ട്സിനാണ് ക്വാളിറ്റി ഇല്ലാത്തത്, അതോ ബിൻസിന്റെ വാക്കിനാണോ? നിങ്ങൾക്ക് എന്നത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്തായാലും തീർന്നില്ലേ, ഈ മെയിൻ സ്ട്രീം മണ്ണുകാരിട്ട് ഈ പോസ്റ്റ് ബിൻസി എന്താക്കി ഒരു സ്റ്റോർ ആക്കി ഇട്ടിട്ടുണ്ട്. എന്തിനാ അതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. ആർജെ ബിൻസി, അയ്യേ പോസ്റ്റ് ഇട്ട് ചേട്ടൻ ചമ്മിപ്പോയി, എനിക്ക് നാണമുണ്ടേലല്ലേ അത് കിടത്തുള്ളൂ. അതെ, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് മോളെ നീ പറഞ്ഞത്. നിനക്ക് നാണമില്ലെന്ന് നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല, സ്വയം ആ ബോധം ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. എനിക്ക് തോന്നുന്നത് ഇവള് ബിഗ് ബോസിൽ പോയി നാണം കെട്ടി ഈ പറഞ്ഞ പോലെ ജീവിതത്തിലേ അങ്ങ് നാണില്ലാണ്ടായി പോയി എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പൊ ഇതിനൊക്കെ എന്താ പറയാ, എന്തോ വലിയ മാസ് ഡയലോഗ് ആണെന്നാണ് വിചാരം. എനിക്ക് തോന്നുന്നത് ബിൻസി കരുതിയിരുന്നത് ഇത് വെറും 300 രൂപേന്റെ സാധനമല്ലേ, അതിനാണ് ഇവർ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ബിൻസിയോട് എനിക്ക് പറയാനുള്ളത്, ബിൻസി ഇത് ചെറിയൊരു പൈസയാണോ എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പ്രൊഡക്റ്റ് ആണ്. അവര് വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നത്. അത് ആദ്യം നീ മനസ്സിലാക്കണം. പിന്നെ പ്രൊഡക്ഷനേക്കാൾ മുകളിൽ നീ അവർക്ക് കൊടുത്ത വാക്കിന്റെ വില അത് എത്രത്തോളം ആണെന്നുള്ളതും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞില്ലേ കേട്ടോ. ഇതും പോരാഞ്ഞിട്ട് കുറെ പേജിന് പോസ്റ്റിന് താഴെയും ബിൻസി സമാനമായിട്ടുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടി നോക്കിയിട്ട് നിർത്താം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ മലയാളം എന്റർടൈൻമെന്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ബിൻസി ചെയ്ത കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. തള്ളുമ്പോ കുറച്ച് മാറ്റി തള്ളു കൊള്ളാലോ. അതെ, 100 രൂപയുടെ കമ്മലും 150 രൂപയുടെ വളയുമാണോ വില കൂടിയത് എന്ന് ഉദ്ദേശിച്ചത്? ഈ കമന്റ് കാണുന്ന ആളുകൾ ഈ പേജ് ഒന്ന് എടുത്ത് നോക്കണേ, അങ്ങനെയെങ്കിൽ അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കട്ടെ. അതിനു വേണ്ടിയാണോ ഈ ആരോപണം നടത്തുന്നത്? ഈ വില കൂടിയത് എന്ന് പറയുമ്പോഴാണ് ചിരി വരുന്നത്. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജുകളുണ്ട്. ചേച്ചി നേരത്തെ പറഞ്ഞതിനാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ എനിക്കിവിടെ സഹിക്കാൻ പറ്റാത്ത മറ്റൊന്നുമല്ല, ചേച്ചിയുടെ ഈ പുച്ചിക്കലാണ്. സാധനത്തിന് വില കുറവാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എജ്ജാതി പുച്ചിക്കലാണ് പുച്ചിക്കുന്നത് അല്ലേ. ഇത് കാണുമ്പോഴാണ് അരിച്ചു കയറുന്നത്. നാണമില്ലെന്നാണ് എനിക്കിവിടെ ബിൻസിനോട് ചോദിക്കാനുള്ളത്. ലേശെങ്കിലും നാണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതാണ് ബിൻസി കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതെന്തായാലും വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിവേ, ഇങ്ങനെ നീളുന്നു ഈ ബിൻസിയും ഇഷാബായി പി കെ കാരും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഇവരുടെ വീഡിയോക്ക് താഴെ തന്നെ ഞാൻ മറ്റൊരു കമന്റ് കാണാനിടയായി. അതിനെ കുറിച്ചും കൂടി സംസാരിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, അതിന് താഴെ ഫസ്മിന സാക്കിറിൽ നിന്നും സമാനമായ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പെൺകുട്ടി കമന്റ് ചെയ്തു. അതിന് റിപ്ലൈ ആയിട്ട് വേറൊരു പേജും കൂടി മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചുതരാം. ഇതിലെ ഫസ്മിന സാക്കിർ പ്രൊഡക്റ്റ് റിസീവ് സൈൻ ചെയ്തതിന്റെ പ്രൂഫ് സ്റ്റിൽ എന്റെ കയ്യിലുണ്ട്. ബട്ട് ആള് പറയുന്നത് പ്രൊഡക്റ്റ് റിസീവ് ആയില്ല എന്നാണ്. പിന്നെ എന്നെ ബ്ലോക്ക് ആക്കുകയും ചെയ്തു. അതിന് വേറെ പേജുകാർ കൊടുത്ത റിപ്ലൈ എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായോ? എന്നോടും ഫസ്റ്റ് അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പ്രൂഫ് കാണിച്ചപ്പോൾ കിട്ടിയെന്ന് 8 മന്തായി, സ്റ്റിൽ നോ വിവരം. ആഹാ, ഫസ്മിന നീ ആള് കൊള്ളാലോ. നീ ഭൂലോക ഉടായ്പാണെന്ന് വീണ്ടും വീണ്ടും തെളിച്ചോണ്ടിരിക്കുകയാണല്ലോ ഫസ്മിന മോളെ. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. എനിവേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കെടുപ്പ് വശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.